അരയാൽ പേരാൽ മഹാത്മ്യത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അരയാലിൻ്റെയും പേരാലിൻ്റെയും മാഹാത്മ്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. 1000 നാവുള്ള അനന്തനെ കൊണ്ടുപോലും ആലിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് വർണ്ണിക്കാനാവില്ല. അത്രയ്ക്ക് മഹത്വമേറിയ വൃക്ഷമാണ് അരയാലും പേരാലും. യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ആൽവൃക്ഷം ഉണ്ടായിരുന്നു എന്നാണ് കാണപ്പെടുന്നത്. 7000 വർഷങ്ങൾക്ക് മുമ്പ് നാഗരികതയുടെ ഭാഗമായി മൺപാത്രങ്ങളിൽ ആൽവൃക്ഷത്തിൻ്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിരുന്നതായി കാണുന്നു. ദക്ഷിണാമൂർത്തി പേരാലിൻ്റെ ചുവട്ടിലിരുന്നാണ് സനകാദി മഹർഷിമാർക്ക് ആധ്യാത്മിക തത്വം ഉപദേശിച്ചിരുന്നത്. അശുദ്ധമാണ് താൻ എന്ന് ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നു. വിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് ആൽവൃക്ഷത്തെ കണക്കാക്കുന്നത്. നിർവാണപ്രാപ്തിക്ക് ശ്രീകൃഷ്ണൻ തെരഞ്ഞെടുത്തതും ആൽവൃക്ഷമാണ്. പുരാണങ്ങളിലും ഉപനിഷത്തുക്കളിലും ആൽവൃക്ഷത്തിന് പരമപവിത്രമായ സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത്. പരമ്പൊരുളിനെ ജഗത്തുമായി ബന്ധിപ്പിക്കുന്നത് അശുദ്ധമാണ് എന്ന് കഠോപനിഷത്തിൽ പറയുന്നു. നീതിസാരത്തിൽ അശുദ്ധം നട്ടുവളർത്തണമെന്ന് ഉപദേശിക്കുന്നു. കൈലാസത്തിൽ ശിവന്റെ ഇരിപ്പിടവും ആൽവൃക്ഷ ചുവട് തന്നെയാണ്. ആൽവൃക്ഷ ചോട്ടിലിരുന്ന് ശ്രാദ്ധമൂട്ടുന്നത് പുണ്യകർമ്മമായി കണക്കാക്കിയിരുന്നു. പ്രയാഗയിലെ ഒരു പേരാലിൻ ചുവട്ടിലിരുന്നാണ് ശ്രീരാമൻ പിതാവിന് ശ്രാദ്ധമൂട്ടിയത് എന്ന് പറയപ്പെടുന്നു. സൂക്ഷ്മമായ ബ്രഹ്മം സ്ഥൂലമായ പ്രപഞ്ചമായി പരിണമിച്ചതെങ്ങനെ എന്ന ശ്വേതകേതുവിൻ്റെ ചോദ്യത്തിന് ഉദാഹരണമായി ഉദ്ദാലക മഹർഷി ചൂണ്ടിക്കാണിച്ചത് ഒരാൽ വിത്തിനെയാണ്. വിത്തിൻ്റെ ഓരോ ഭാഗമായി അടർത്തി നോക്കാൻ നിർദ്ദേശിച്ചപ്പോൾ ശ്വേതകേതു കണ്ടത് വിത്തിൻ്റെ ഉൾഭാഗം ശൂന്യമായിരിക്കുന്നതാണ്. ശൂന്യതയിൽ നിന്നുമാണ് ഈ മഹത്തായ പ്രപഞ്ചമുണ്ടായത് എന്ന തത്വജ്ഞാനമാണ് ശ്വേതകേതുവിന് അതിൽ നിന്നും ലഭിച്ചത്. ചാന്തോകോപനിഷത്തിൽ അത് സൂക്ഷ്മമായി വിശദീകരിക്കുന്നുണ്ട്. പൂർവികർ വൃക്ഷങ്ങളെ ആരാധിച്ചിരുന്നു. വൃക്ഷായുർവേദത്തിൽ 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം എന്നാണ് പറയുന്നത്. വൃക്ഷാരാധനയിൽ ആൽവൃക്ഷത്തിനാണ് പ്രഥമ സ്ഥാനം നൽകിയിരുന്നത്. ഹിന്ദുക്കളുടെയും ബുദ്ധമതക്കാരുടെയും പുണ്യവൃക്ഷമാണ് ആൽ. ബോധിവൃക്ഷ ചോട്ടിൽ വെച്ചാണ് ശ്രീബുദ്ധന് ജ്ഞാനോദയം ഉണ്ടായത്. ദേവവൃക്ഷം, ബ്രഹ്മവൃക്ഷം, കൽപ്പവൃക്ഷം, ബോധിദ്രുമം എന്നൊക്കെ ആൽവൃക്ഷത്തെ വിളിക്കുന്നു. ജ്ഞാനം തേടി മഹർഷിമാർ തപസ്സനുഷ്ഠിച്ചിരുന്നതും ആൽച്ചുവട്ടിലിരുന്നാണ്. ആചാര്യസ്ഥാനമാണ് അവർ ആലിന് കൽപ്പിച്ചിരുന്നത്. ആൽവൃക്ഷത്തിന് ത്രിമൂർത്തി സങ്കല്പമാണ് നൽകി വരുന്നത്. ചുവട്ടിൽ ബ്രഹ്മാവും മധ്യഭാഗത്ത് വിഷ്ണുവും അഗ്രഭാഗത്ത് ശിവനും കുടികൊള്ളുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ത്രിമൂർത്തികൾക്ക് പുറമെ ത്രിദേവിമാരും ഉപദേവതകളുമൊക്കെ ആൽവൃക്ഷത്തിൽ കുടികൊള്ളുന്നു. ഔഷധമൂല്യമേറെയുള്ള ഒരു വൃക്ഷമാണ് വേപ്പ്. ആയുർവേദത്തിൽ ഔഷധ നിർമ്മാണത്തിന് വേപ്പിൻ്റെ എല്ലാ ഭാഗവും ഉപയോഗിക്കപ്പെടുന്നതായി കാണുന്നു. പാണ്ഡ്യരാജാക്കന്മാർ മത്സ്യത്തെ കൊടിയടയാളമാക്കിയിരുന്നതിനൊപ്പം വേപ്പിൻ മാലയും കഴുത്തിലണിഞ്ഞിരുന്നു അത്രേ. അരയാലിൻ്റെ പത്നിയായിട്ടാണ് വേപ്പുമരത്തെ കാണുന്നത്. അതുകൊണ്ടാവാം ചില ക്ഷേത്രങ്ങളിൽ അരയാലിനൊപ്പം വേപ്പുമരവും നട്ടു വളർത്തിയിരിക്കുന്നത്. ശിവക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ആൽവൃക്ഷം നട്ടു വളർത്തിയിട്ടുണ്ട്. ദേവീക്ഷേത്രങ്ങളിൽ അരയാലും പേരാലും നട്ടു വളർത്തുന്നുണ്ട്. പേരാലിലെ ഊന്നുവേരുകളെ കാളിയുടെ ജടയായും സങ്കല്പിക്കുന്നു. ചുവട്ടിൽ ദക്ഷിണാമൂർത്തിയും ഇലകളിൽ വിഷ്ണുവും കൊമ്പുകളിൽ യക്ഷഗന്ധർവാദികളും വസിക്കുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ദേവപദവി ലഭിച്ചതുകൊണ്ടാണ് വിഷ്ണുവിന് അരയാലിലെയും ശിവന് കൂവളത്തിലെയും ആരാധനാർഹമാകുന്നത്. അരയാലിനെ പ്രദക്ഷിണം ചെയ്യുന്നത് പരമപവിത്രമായാണ് ഹിന്ദുക്കൾ കരുതിപ്പോരുന്നത്. ഹിന്ദു ആചാരമനുസരിച്ച് അരയാൽ പ്രദക്ഷിണത്തിന് ചില നിയമങ്ങളും നിഷ്ഠകളും ഉണ്ട്. ഭഗവത് ദർശനത്തിനെത്തുന്ന ഭക്തർ ക്ഷേത്രത്തിന് മുന്നിലായി നിൽക്കുന്ന ആൽവൃക്ഷത്തെ ആദ്യം പ്രദക്ഷിണം ചെയ്യണം. 7 പ്രാവശ്യമാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത്. ആൽവൃക്ഷത്തിന് ത്രിമൂർത്തി സങ്കല്പം നൽകിയിരിക്കുന്നതിനാൽ മന്ത്രം ചൊല്ലി വേണം പ്രദക്ഷിണം ചെയ്യേണ്ടത്. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായ തേ നമ എന്ന മന്ത്രം ചൊല്ലി കൈ വീശാതെ സാവധാനം നടന്ന് ജലം നൽകി 7 വരത് പൂർത്തിയാക്കണം. അതുവഴി ദോഷനിവാരണവും ആത്മീയ പുരോഗതിയും ലഭ്യമാകും. സന്താനഭാഗ്യത്തിനും സന്താന ദുരിതം അകറ്റുന്നതിനും ആൽ പ്രദക്ഷിണം ചെയ്യുന്നതുകൊണ്ട് ഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അരയാൽ പ്രദക്ഷിണം ഐശ്വര്യകരം തന്നെ എന്ന് അനുഭവസ്ഥർ വ്യക്തമാക്കുന്നു. നാഗപ്രതിഷ്ഠകൾ ആൽവൃക്ഷത്തെ പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല. ഉച്ചസമയത്തും പ്രദക്ഷിണം പാടില്ല. അമാവാസി ദിവസങ്ങളിൽ 108 പ്രാവശ്യം വലം വയ്ക്കുന്നത് ഉത്തമമാണ്. ജ്യേഷ്ഠ ഭഗവതിയെ കാണാൻ ലക്ഷ്മി ഭഗവതി ശനിയാഴ്ച ദിവസങ്ങളിൽ ആൽവൃക്ഷത്തിൽ എത്തിച്ചേരുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അതിനാൽ ശനിയാഴ്ച ദിവസം ആലിനെ പ്രദക്ഷിണം വയ്ക്കുന്നത് അത്യന്തം ഉത്തമമായി കരുതപ്പെടുന്നു. ഭാരതത്തിലെ എല്ലാ ഭാഗത്തും കാണപ്പെടുന്ന വൃക്ഷമാണ് ആൽ. ആൽവൃക്ഷങ്ങൾ പലതരത്തിൽ കാണപ്പെടുന്നു. അരയാൽ, പേരാൽ, ചിറ്റാൽ, കാരാൽ, കല്ലാൽ, ഇത്തിയാൽ, കൃഷ്ണനാൽ എന്നിങ്ങനെ. വൃക്ഷങ്ങളുടെ രാജാവാണ് അരയാൽ. അരജൻ ആലാണ് അരയാലായത് അല്ലെങ്കിൽ അരശനാലാണ് അരശായത് എന്നാണ് പറയപ്പെടുന്നത്.
പിപ്പലം, അശ്വത്ഥം, ബോധിദ്രുമം, ചലതലം എന്നൊക്കെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ആൽവൃക്ഷത്തിൽ പല പൂജകളും ചെയ്തു വരുന്നു. അശ്വത്ഥനാരായണ പൂജ വളരെ പ്രധാനമാണ്. അരയാൽ വൃക്ഷത്തെ മുറിക്കാൻ പാടില്ല. വാർദ്ധക്യത്തിലെത്തി നിലംപതിക്കുമ്പോൾ മാത്രമേ മുറിക്കാവൂ. അന്ത്യം സംഭവിച്ചു കഴിഞ്ഞാൽ ആചാരവിധിപ്രകാരം ചിത കൂട്ടി സംസ്കരിക്കണം. പകരം ഒരു ആൽവൃക്ഷത്തൈ യഥാസ്ഥാനത്ത് നട്ടു വളർത്തുകയും വേണം. ആൽവൃക്ഷത്തിൻ്റെ ഗുണങ്ങൾ ഏറെയാണ്. രോഗനിവാരണത്തിനും ആരോഗ്യ പ്രാപ്തിക്കും വളരെ പ്രയോജനപ്രദമാണ്. നിലത്ത് വീണുകിടക്കുന്ന ആലിൻ്റെ പഴങ്ങളെ നഗ്നപാതരായി ചവിട്ടി നടന്നാൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും എന്നാണ് പറയപ്പെടുന്നത്. അനന്തമായ ഓക്സിജന്റെ ഉറവിടമാണ് ആൽവൃക്ഷം. ആൽമരച്ചോട്ടിലിരുന്നാൽ ക്ഷീണം മാറും. ശരീരത്തിനും മനസ്സിനും പോസിറ്റീവ് എനർജി കിട്ടും. ബുദ്ധികേന്ദ്രത്തെ ഉത്തേജിപ്പിക്കാൻ സാധിക്കും. വെളുപ്പിന് 5-നും 6-നും ഇടയ്ക്കാണ് ആൽവൃക്ഷം ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്നത്. 300 സ്ക്വയർ ഫീറ്ററിനുള്ളിൽ 1700 കിലോഗ്രാം പ്രാണവായുവാണ് ആ സമയത്ത് പുറത്തുവിടുന്നത്. തണുപ്പുകാലത്ത് ചൂട് ലഭിക്കുന്നതിനും ചൂടുകാലത്ത് തണുപ്പ് അനുഭവപ്പെടുന്നതിനും ആൽ ചുവട്ടിലെ വിശ്രമം സഹായിക്കുന്നു. മിന്നലിനെ ആകർഷിച്ച് നിർവീര്യമാക്കാൻ ആൽവൃക്ഷത്തിന് കഴിയും. ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം സംഭരിച്ചു വയ്ക്കാൻ അപാരമായ കഴിവാണ് ആൽവൃക്ഷത്തിനുള്ളത്. അനേകം സവിശേഷതകൾ ഉള്ളതാണ് ആലില. ക്ഷേത്രത്തിൽ കലശബിംബത്തെ അലങ്കരിക്കുന്നതിനായി മാവിലയോടൊപ്പം ആലിലയും ഉപയോഗിക്കുന്നു. ഗൃഹപ്രവേശന ചടങ്ങിന് വാതിൽക്കൽ മാവിലയോടൊപ്പം ആലിലയും കെട്ടുന്നു. അതുവഴി ഐശ്വര്യമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഹിന്ദു ആചാരപ്രകാരം വധുവിൻ്റെ താലി ആലിലയുടെ മാതൃകയിലാണ് നിർമ്മിക്കുന്നത്. അങ്ങനെയായാൽ വധു ദീർഘസുമംഗലിയാവും എന്നാണ് വിശ്വാസം. ധാരത്തട്ടും കാലും ഉണ്ടാക്കുന്നത് ആലിൻ്റെ തടി ഉപയോഗിച്ചാണ്. ബിംബത്തിൻ്റെ തടിക്ക് അരയാൽ പട്ട ഉപയോഗിക്കുന്നു. ഹോമത്തിന് അരയാലിൻ്റെ ചമതയാണ് എടുക്കുന്നത്. ബിംബപ്രതിഷ്ഠ യോഗ്യമാക്കുന്നതിന് അരയാൽ പലകയിൽ ജലാധിവാസം ചെയ്ത് ഉപയോഗിക്കുന്നു. യജ്ഞാഗ്നിക്ക് അരണി നിർമ്മിക്കുന്നതിന് അരയാലിൻ്റെ തടി തന്നെ വേണം എന്നാണ് ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നത്. പൂർണ്ണകുംഭത്തിന് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിച്ച് 5 ഇലകൾ ഉപയോഗിക്കുന്നു. ആലില, മാവില, വേപ്പില, കൂവളത്തില, അശോകത്തില എന്നിങ്ങനെ. വേദമന്ത്രം ചൊല്ലി മർമ്മര ശബ്ദത്തോടെ പ്രൗഢിയോടെ നിൽക്കുന്ന ആൽവൃക്ഷം രാജാവല്ല, ചക്രവർത്തി തന്നെ, സംശയമില്ല. വൃക്ഷരാജായ തേ നമഃ.